ദൈവത്തിന്റെ മഹത്വം മണിയുടെ ദേശത്തോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് അറിയിക്കുവാനുള്ള ഒരു സദ്വാർത്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ തീം നിങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നത്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, വർണ്ണവിവേചനമില്ലാത്ത, മരണമില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം മാനവരാശിയോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സദ്വാർത്ത നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരോട് കടന്നു വന്നത്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ യുഗം അവസാനിക്കും. ഇതാണ് മാനവരാശിയോട് ദൈവത്തിന് അറിയിക്കുവാനുള്ള വിശേഷപ്പെട്ട സന്ദേശം. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രമിക്കുവാൻ ഞങ്ങൾ വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു ഗാനം ശ്രമിച്ചിട്ട് ആ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാ ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൊട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഈ പ്രഭാതം ദൈവത്തിന്റെ ദാനമാണ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, നമ്മെപ്പോലെ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് നിങ്ങളെ അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഈ ദേശവാസികൾക്കെല്ലാം ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത്
ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ അല്ല, സാധാരണ നമ്മൾ തെരുവിൽ കേൾക്കുന്നത് പോലെ ഈ ഭൂമിയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സന്ദേശമല്ല. പകരം സൃഷ്ടാവിന് എല്ലാ മനുഷ്യരോടും പറയാനുള്ള സ്നേഹ സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ സന്ദേശത്തിന്റെ സാരാംശം ഇതാണ്: ദൈവം ഒരുക്കിയ ഭാവിയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ മരണമുള്ള മനുഷ്യ കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ഇൻവിറ്റേഷനും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മണിയുടെ ദേശത്തുള്ളവർ അറിയണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. മണിയുടെ ദേശം മാത്രമല്ല, സർവ്വലോകവും ഇത് അറിയാൻ വേണ്ടിയാണ് ഓൺലൈനിലൂടെ ഇപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുവാനായിട്ടിടയായത്. നിങ്ങളിപ്പോൾ ഓൺലൈൻ മാധ്യമത്തിൽ ഇത് കാണുവാനിടയായത് ഒരു ആക്സിഡന്റ് ആയിട്ട് നടന്ന സംഭവമല്ല. ദൈവം നിങ്ങളെ ഇതിന്റെ മുമ്പിൽ എത്തിച്ചതാണ്. അതുകൊണ്ട് തുടർന്ന് പറയാൻ പോകുന്ന ദൈവത്തിന്റെ ആ മാനവരാശിയോടുള്ള അരുളപ്പാട് ശ്രദ്ധയോടെ കേൾക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം ഇവിടെ ജനിച്ചു, വളർന്നു, സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം നാം ഏർപ്പെട്ടു, ഒരു ജോലിയിൽ പ്രവേശിച്ചു, ഒരു ബിസിനസ്സിൽ പ്രവേശിച്ചു, ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ എല്ലാം നമ്മൾ കടന്നു വന്നു. പക്ഷെ അതിൽ താമസിയാതെ നാം എല്ലാവരും മരിച്ചു വീഴും. ഈ ലോകത്തിൽ മനുഷ്യരോടുകൂടി ജീവിതം മരണത്തിൽ അവസാനിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവം മനുഷ്യരെ എന്നെ ഈ ഒരു രൂപത്തിൽ കാണാനിടയാക്കി. അത് മറ്റൊരു രൂപവുമല്ല. ഞാൻ നോക്കുമ്പോൾ മനുഷ്യരെല്ലാം ഇടിഞ്ഞു വീഴുന്നു താഴേക്ക്. അത് പോലീസുകാരനായാലും ശരി, രാഷ്ട്രീയക്കാരനായാലും ശരി, അല്ല ഒരു സാധാരണ മനുഷ്യനായാലും ശരി, മനുഷ്യരെല്ലാം ഇടിഞ്ഞു താഴെ വീഴുകയാണ്. അവരെല്ലാം മരണത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. അവരെല്ലാം മണ്ണായി മാറുകയാണ്. ഈ മണ്ണിന്റെ ദേശത്തും പരിസര പ്രദേശങ്ങളിൽ ധാരാളം സെമിത്തേരികളുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവിടെയെല്ലാം ഇടിഞ്ഞു വീണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുണ്ട്. ആർക്കും ഇവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല. ഇത് നിൽക്കുവാൻ കഴിയാത്തൊരു ലോകമാണ്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഉദിച്ചു വന്നു. ആ പാട്ട് ഇങ്ങനെയാണ്: കാണുന്നു, ഞാൻ കാണുന്നു, മനുഷ്യരെ ഞാൻ കാണുന്നു, ഇടിഞ്ഞു വീഴും കെട്ടിടമായി മനുഷ്യരെ ഞാൻ കാണുന്നു, കാണുന്നു, ഞാൻ കാണുന്നു, മനുഷ്യരെ ഞാൻ കാണുന്നു, ഇടിഞ്ഞു വീഴും കെട്ടിടമായി മനുഷ്യരെ ഞാൻ കാണുന്നു. ഇടിഞ്ഞു വീഴുന്ന കെട്ടിടം പോലെ ഓരോ മനുഷ്യരും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. മരണത്തിലൂടെ അവർ താഴേക്ക് വീഴുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വിശുദ്ധ വചനത്തിലെ തിരുവചനം നിവർത്തീകരിക്കുന്നത് പോലെ അവരെല്ലാം ഇതിന് താഴേക്ക് വീഴുകയാണ്. അതെന്താണ് ദൈവം അവരെ അങ്ങനെയാക്കിയത്? ഏതാണ് ഒരുപക്ഷെ ചിന്തിക്കുവാൻ കഴിവുള്ളവർ ചിന്തിച്ചാൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല.
മനുഷ്യ ജീവിതത്തിൽ ദൈവമിട്ട അടിസ്ഥാനം അവരുടെ ജീവിതത്തിലില്ല. ആ അടിസ്ഥാനം പോയതുകൊണ്ടാണ് അവരെല്ലാം ഇടിഞ്ഞു വീണ് താഴേക്ക് വീഴുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പദ്ധതി പ്രകാരം വീണ്ടും അടിസ്ഥാനമിട്ട് നമ്മളെ പണിയുവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മളെല്ലാം മരണമെന്ന ബുൾഡോസറിലൂടെ ഇടിഞ്ഞ് താഴെ വീഴുമ്പോ പ്രിയ സഹോദരങ്ങളെ, അടിസ്ഥാനമിട്ട് നമ്മളെ പുതിയതായി പണിത് ദൈവത്തോട് കൂടെ താമസിക്കാൻ നമ്മളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് തുടർന്ന് ആ പാട്ടിന്റെ വരികൾ എനിക്ക് ഇങ്ങനെ ലഭിക്കുവാനിടയായി. കാണുന്നു ഞാൻ കാണുന്നു മനുഷ്യരെ ഞാൻ കാണുന്നു, ഇടിഞ്ഞുവീഴും കെട്ടിടമായി മനുഷ്യരെ ഞാൻ കാണുന്നു. കാണുന്നു ഞാൻ കാണുന്നു മനുഷ്യരെ ഞാൻ കാണുന്നു, അടിസ്ഥാനമില്ലാത്ത കെട്ടിടമായി കാണുന്നു, അടിസ്ഥാനമില്ലാത്ത കെട്ടിടമായി കാണുന്നു. അടിസ്ഥാനമില്ലാത്ത കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യരായ നമ്മളെല്ലാം മരണമൊഴിയാൽ ഇവിടെ ഇടിഞ്ഞു വീണ് അവസാനിക്കുകയാണ്. എന്നാൽ ഇവിടെ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ദൈവം മാനവ ജാതിക്ക് വേണ്ടി, ഇടിഞ്ഞു വീണ് അവസാനിക്കുന്ന മാനവ ജാതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി, ആ ഭാവിയുടെ സന്ദേശത്തിന്റെ പേരാണ് രാജ്യത്വ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. നല്ല വാർത്ത എന്നാണ് സുവിശേഷത്തിന്റെ അർത്ഥം. ഗുഡ് ന്യൂസ്. അതെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു. മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന നമ്മളെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. മരണമില്ലാത്ത ദൈവത്തോടുകൂടെ നാം ജീവിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം നമ്മളെ സൃഷ്ടിച്ച ഉദ്ദേശമായ ഈ ഭൂമിയുടെ ഭരണം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. നമ്മുടെ ഈ ഭൂമിയുടെ നിത്യരാജാക്കന്മാരായി തീരും യേശുക്രിസ്തുവിന്റെ കീഴിൽ. ഇതാണ് രാജ്യത്വ സുവിശേഷം. അവരുടെ ദൈവത്തിന്റെ മക്കളായി, ഈ ഭൂമിയുടെ രാജാക്കന്മാരായി, മരണമില്ലാത്തവരായി ദൈവകുടുംബത്തിൽ നിത്യം ജീവിക്കാൻ സ്വർഗീയ പിതാവ് നമ്മളെ വിളിക്കുകയാണ്. സ്വർഗപിതാവ് വിളിക്കുന്നു, ക്രിസ്തുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു. മലയുടെ ദേശനിവാസികളെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചകളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, ക്രിസ്തുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന്. കാരണം അദ്ദേഹത്തിന് വിളി കിട്ടി, അദ്ദേഹത്തിന് കൂടെ ഉള്ളവർക്ക് വിളി കിട്ടി. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളി. അപ്പൊ ആരാ നമ്മളെ വിളിച്ചത്? ക്രിസ്തുയേശുവിൽ സ്വർഗസ്ഥ പിതാവ് ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞങ്ങൾ ലാക്കിലേക്ക് ഒഴുകുന്നു. അതുകൊണ്ട് ഈ ബലി കിട്ടിയ ഈ മണിയുടെ നിവാസികളും ശബ്ദ കാഴ്ചപരിയിലുള്ളവരും എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ വിളിച്ചത് സ്വർഗസ്ഥ പിതാവാണെന്നും വിളിച്ചത് തന്റെ പുത്രനായ ക്രിസ്തുവിലാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാനായിട്ട് ഈ മണിയുടെ ദേശനിവാസികളെ ശബ്ദ കാഴ്ചപരിയിലുള്ളവരെ ക്ഷണിക്കുകയാണ്. അപ്പോ ഇതാണ് സുവിശേഷത്തിന്റെ
ആദ്യ പാർട്ട് ഇതാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു 3.5 വർഷം ഇവിടെ കടന്നു വന്ന് പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് പിതാവും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട സ്വകേന്ദ്രീകൃത ജീവിതം വിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് നീ മനസ്സ് തിരിയുക എന്ന സന്ദേശമാണ് ഇവിടെ അറിയിച്ചത്. അപ്പോ ഈ ദൈവത്തോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് ഈ ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് ഓടി വരിക, ദൂത്തപുത്രൻ തിരികെ വരുന്നത് പോലെ. ഇനിയാണ് സുവിശേഷത്തിന്റെ 2ാമത്തെ പാർട്ട് നിങ്ങളെ അറിയിക്കുന്നത്. ആത്മാവിൽ ദൈവത്തോടുകൂടെ ജീവിക്കാൻ മനം തിരിയുന്ന മനുഷ്യ, നീ ചെയ്ത 1ാമത്തെ സ്റ്റെപ്പ് നല്ലതാണ്. പക്ഷെ നീ എടുത്ത 1ാമത്തെ സ്റ്റെപ്പ് കൊണ്ട് നിനക്ക് അവിടെ എത്താൻ പറ്റില്ല. കാരണം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അവരുടെ ജാതിയോ മതമോ സംഘടനയോ അവരുടെ കളറോ അല്ല, അവരുടെ ജീവിതത്തിലെ പാപമാണ്. 1ാം മനുഷ്യനെ ആദത്തെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കിയത് അവന്റെ ജീവിതത്തിലെ പാപമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപമാണ് നമ്മളെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്നത്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. രക്തചിന്തൽ കൂടാതെ പാപമോചനമില്ല. ഞാനും നിങ്ങളും പാപനിമിത്തം ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തായെങ്കിൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാടായിട്ടാണ്. 3 വർഷം പിതാവ് തന്നെ ഏൽപ്പിച്ച് സുവിശേഷ സന്ദേശമായ രാജ്യത്വ സുവിശേഷം പറഞ്ഞിട്ട് യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും താൻ പ്രസംഗിച്ച സുവിശേഷ ലക്ഷ്യത്തിൽ എത്തിപ്പാൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം ഒരു കുഞ്ഞാടിനെ പോലെ യാഗമാക്കി. ആ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇതാണ് ഈ സുവിശേഷത്തിന്റെ 2ാം ഭാഗം. ഇതാണ് ഈ സുവിശേഷത്തിലേക്ക് എത്തുവാനുള്ള വാതിൽ. ഇതാണ് ഈ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അപ്പോ നാം എത്തേണ്ട ലക്ഷ്യമായ പിതാവിലേക്ക് എത്തുവാൻ ആകാശത്തിലേക്ക് മനുഷ്യരക്ഷയ്ക്കായി ഒരുക്കിയ ഒരേ ഒരു വാതിലാണ്, ഒരേ ഒരു വഴിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം. അതുകൊണ്ട് പ്രിയമകളെ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിന്റെ ആ കാൽവരി ക്രൂശിലെ മരണം നമ്മുടെ ഹൃദയത്തിൽ കാണുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ആ യേശു എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന്റെ രക്ഷകനുമായി കടന്നു വരുവാൻ തക്കവണ്ണം ഹൃദയം കൊണ്ട് ആ യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ നമുക്ക് വേണ്ടി സ്വർഗമൊരുക്കിയ ഈ വാതിൽ, ഈ വഴി തള്ളിക്കളയരുതേ എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതിൽ താമസിയാതെ ഇടിഞ്ഞു എന്നൊരു കെട്ടിടം പോലെ ഞാനും നിങ്ങൾ ഈ മൂലയിൽ ഇടിഞ്ഞു വീഴുമ്പോ നമുക്കുണ്ടാവുന്ന നഷ്ടം വലിയതാണ്. എന്നാൽ അതിനു മുമ്പ് ദൈവം വെച്ചിരിക്കുന്ന പുതിയ സൃഷ്ടിയിലൂടെയുള്ള ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരുവാൻ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് തുടർന്ന നാളുകളിൽ യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. അതുവഴി ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വർഗസ്ഥ പിതാവിലേക്ക് ഉള്ള പ്രവേശനം ലഭിക്കും, ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരം ലഭിക്കും. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ദൈവം നമ്മളെ കോപത്തിനല്ല ക്ഷണിച്ചിരിക്കുന്നത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്, ഇതാണ് ലക്ഷ്യം. ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ 2 പാർട്ടുകളും ഈ മണിയുടെ നിവാസികളെ, ഈ ശബ്ദകാഴ്ച പരിധിയിലുള്ളവരെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ്
നിന്നോട് അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമക്കളെ, നമുക്ക് ഇനി ഒരു കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുന്ന ഭാവി അത് ഇടിഞ്ഞു വീഴുന്ന കെട്ടിടം പോലെ അവസാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളേവരെയും ബോധിപ്പിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ മറ്റൊന്നും ചെയ്യേണ്ട. വാതിലാകുന്ന യേശുവിനെ, വഴിയാകുന്ന യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള നാളുകളിൽ ആ യേശുവിനെ അനുസരിപ്പാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള സന്ധ്വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിലേക്ക് പ്രവേശനമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസുകൾ കൊണ്ട് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസുകളിൽ ഒന്ന് ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ച ഈ ദൈവരാജ്യ സുവിശേഷത്തിന്റെ വ്യക്തത രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നിങ്ങൾ ഈ പ്രസംഗം പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്ന ആ സന്ദേശം അത് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. രണ്ടാമത്തെ നോട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് പുക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്. കഴിഞ്ഞ 23 വർഷമായി പ്രവർത്തിക്കുന്ന, എല്ലാ മാസത്തിന്റെ ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള തിരുവചന ധ്യാനം അവിടെയുണ്ട്. അതിലേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ മനുഷ്യരാൽ തള്ളപ്പെട്ടവരായിരിക്കാം. ഇതാ പണം, പണി, ആരോഗ്യമൊക്കെ ഉണ്ടായ സമയത്ത് നിങ്ങളെ പലർക്കും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു, പണമില്ലാതെയായി, പണിയില്ലാതെയായി, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പലരും നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, ഇതാ പലരും നിങ്ങളെ മുഖം തിരിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ അമ്മയേക്കാൾ, നിന്റെ അപ്പനേക്കാൾ, നിന്റെ വീട്ടിലുള്ളവരെക്കാൾ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഉടയവനായ നിന്റെ സൃഷ്ടാവായ ദൈവം, നീ എവിടെ നിന്ന് ആരംഭിച്ചോ ആ ദൈവം, നിന്റെ ഉടമസ്ഥൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു എന്ന സ്നേഹ സന്ദേശം അവിടെ നിന്ന് കേൾക്കുമ്പോ നീ ഹൃദയം കൊണ്ട് ബലപ്പെടും. നീ ശക്തി പ്രാപിക്കാനിടയാകും. നിങ്ങളുടെ സങ്കടങ്ങൾ മറക്കുവാനിടയാകും. നിങ്ങളുടെ ദ്രോഹങ്ങൾ മറക്കുവാനും പരിഹരിക്കപ്പെടുവാനും നിന്റെ ജീവിതം യഥാസ്ഥാനപ്പെടുവാനിടയാകും. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ആ ധ്യാനയോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മാത്രമല്ല അടുത്ത ധ്യാനം ഏപ്രിൽ 6-ാം തീയതി മുതലാണ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അവിടെ കടന്നു വരാം എന്നുള്ള സന്ദേശം നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ നോട്ടീസ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇടിഞ്ഞു വീഴുന്ന കെട്ടിടം പോലെ ഏതാനും ദിവസം മാത്രം ഇവിടെ ഒരു കടയും തുറന്നൊരു ജോലിയുമായി അന്വേഷിച്ച് നടക്കുന്ന ഞങ്ങളെ, പ്രിയ നല്ല പിതാവേ, ഇതൊന്ന് തിരിച്ചറിയിച്ചുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊരു ഭാവി ഒരുക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ സന്ദേശത്തിനായി നന്ദി പറയുകയാണ്. ഈ മണിയുടെ ദേശത്തെ മാത്രമല്ല ശബ്ദ കാഴ്ചകളിൽ എന്നെ അങ്ങേ കേൾക്കുന്ന എല്ലാ മനുഷ്യരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ യേശുവെ അനുഗമിച്ച ലക്ഷ്യത്തിലെത്തുക ഈ മക്കളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഏത് ജാതിയായാലും മതമായാലും സംഘടനയായാലും ഗ്രൂപ്പായാലും, ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും ഞങ്ങളെപ്പോലെ മരണവുമില്ലാത്ത അങ്ങയുടെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് എത്തിച്ചേരുക. ഇവിടെ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ ദേശം നിത്യം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. സർവമതത്വവും പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.